ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ സ്നേഹം വർദ്ധിക്കാണ് ഏറ്റവും നല്ല വഴിയാണ് സലാം പറയുക. ഇനി ഇപ്പം ഈ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ സലാം പറയുന്ന ശീലം ഇല്ലാന്ന് ചോദിച്ചു. ചില ഭർത്താക്കന്മാർ ഭാര്യ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഇനി നാളെ മുതൽ അങ്ങനെ ഒന്ന് നോക്കാം മുന്നതിന് വിചാരിച്ചു സലാം പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു മച്ച ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ നാളെക്കിടക്ക് ഉണ്ടാകും. ഭാര്യന്റെ സ്നേഹം കിട്ടാൻ ഭർത്താവ് അധ്വാനിക്കണം, ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ ഭാര്യ അധ്വാനിക്കണം. രണ്ടും ശ്രദ്ധിക്കണം. ഇസ്ലാമികമായിട്ടൊരു ഭാര്യ ഭർത്താവ് ജീവിച്ചാൽ എപ്പോഴും സ്നേഹമായിരിക്കും. ഭയങ്കര സ്നേഹം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറയുന്ന പറയല്ലേ അപ്പോൾ ഇസ്ലാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാനായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശായ്ക്ക് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ മുത്തനബിനേക്കാൾ തിരക്കായുള്ളതിനും സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിക്കും, ഇയാൾ എന്നെയാണോ കല്യാണം കഴിച്ചതല്ല ഫോണിനെയാണോ? അത്രക്കും ഫോണായിരിക്കും ഇയാളുടെ ജീവിതം. ഭാര്യന്റെ സ്നേഹം കിട്ടാൻ ഭർത്താവ് നല്ലോണം അധ്വാനിക്കണം. നമ്മളിപ്പോൾ ജീവിതത്തിൽ ഒരു കലാബോധം എപ്പോഴും ഉണ്ടാകും. കലാബോധം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പറയും. ഇവിടെ എന്തിനാണ് ഈ പൂക്കളൊക്കെ വെച്ചത്? ഈ പൂക്കൾ വെച്ചിട്ടില്ലെങ്കിൽ വയലാവില്ല. എന്തിനാണ് ഒരു ഡെക്കറേഷൻ വെള്ളമൊക്കെ? അത് ഈ വരുന്ന ആൾക്ക് കാഴ്ചക്ക് ഒരു ഭംഗി ഉണ്ടാവും അല്ലേ? അതാണ്. അപ്പൊ ഭാര്യന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് കുളിച്ച് വൃത്തിയായിട്ടാണ് പോകേണ്ടത്. അധിക ഭർത്താക്കന്മാർ തിരിച്ചാൽ ചിന്തിക്കാം, ഓളെ അടുത്തേക്ക് ഗ്ലാമറിൽ വന്നോ, ഇയാളോ വിയർപ്പ് അസർപ്പമായിരിക്കും.